ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നല്ലൊരു അടിപൊളി നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ചേനയൊക്കെ ഇട്ടിട്ടുള്ള മോര് കാച്ചിയത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമേ തന്നെ ചേനയൊക്കെ ഒന്ന് നമുക്ക് തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്ത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്ത് നമുക്ക് ചേന നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എളുപ്പപ്പണിക്ക് കുക്കറിലിട്ട് ഒരു 2 വിശലടിപ്പിച്ചാലും മതിയേ. അല്ലാത്തവർക്ക് ചട്ടിയിൽ ഇതുപോലെ വെള്ളമൊഴിച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ചേന വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേട്ടുള്ള അരപ്പങ്ങ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ടേ, സ്വല്പം മാത്രം വെള്ളം ഒഴിച്ച് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയേ. അപ്പോഴേക്കും അരപ്പങ്ങ് റെഡിയാക്കി എടുക്കാം. അതിന് വലിയ തേങ്ങയാണെങ്കിൽ അരമുറിയിൽ താഴെയും, ചെറിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ എടുക്കാം കേട്ടോ. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്നാക്കി കൊടുക്കാം. അതിലേട്ട് ഒരു 4-5 ചെറിയ ഉള്ളിയും തേങ്ങ അരയുന്നതിന് ആവശ്യമായിട്ടുള്ള സ്വല്പം മാത്രം വെള്ളം, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5 അല്ലി, ചെറുതാണെങ്കിൽ ഒരു 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുന്ന ചെറിയ ജീരകമില്ലേ, അത് ഒരു ചെറിയ സ്പൂൺ, അതും കൂടെ ഇട്ടിട്ട് തേങ്ങ നല്ല മഷിയെ പോലെ അരച്ചെടുക്കണം കേട്ടോ. ഒരു 2-3 സ്പീഡിൽ മാറ്റി അങ്ങ് ഒരു 2 മിനിറ്റ് അരയ്ക്കുമ്പോഴേക്കും തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടുവേ. അധികം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ തേങ്ങ അരച്ചെടുക്കാൻ. ഈ കറിക്ക് അധികം വെള്ളം കൂടി പോകരുത്. കണ്ടോ, ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അധികം വെള്ളമില്ല കേട്ടോ. അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. ശേഷം വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണ സ്വല്പം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകും ഉലുവയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഒപ്പം ഒരു കൈപ്പിടി നിറയെ ചുമന്നുള്ളി ഒന്ന് നന്നാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. അരിഞ്ഞ ചുമന്നുള്ളി ഇങ്ങോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കടുകും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി ചുമന്നുള്ളി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉണക്കമുളക് എൻ്റെ അടുത്ത് മുഴുവനായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളകാണ് ചേർക്കണേ. മുഴുവനുണ്ടെങ്കിൽ മുഴുവൻ ചേർത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് സെറ്റായി വരുമ്പോഴേക്കും സ്വല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതൊക്കെ കളറൊക്കെ അങ്ങ് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആദ്യമേ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചേനയൊന്നങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചേന കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതെ വേണം കേട്ടോ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ. ചേന നന്നായിട്ട് ഇതിലായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മിക്സി കഴുകി സ്വല്പം മാത്രം വെള്ളമൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞു, ഈ കറി നല്ല കൊഴുത്തിരിക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ്. ഒരിക്കലും വെള്ളം കൂടി പോകരുതേ. അപ്പോൾ ദേ കണ്ടോ, മിക്സി ചുഴറ്റി സ്വല്പം മാത്രം വെള്ളമോടെ ഒഴിച്ച് കറി നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി കറി അങ്ങ് തിളച്ച് ഒന്ന് കുറുകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമുള്ള തൈരൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല നാടൻ തൈര്, പാകത്തിന് പുളിയുള്ള നാടൻ തൈരാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. അധികം പുളിയില്ലാത്ത തൈര സെറ്റപ്പ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണ തൈരാണെങ്കിൽ കറി ഒന്നുകൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നിറയെ തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ഒന്നങ്ങ് പൾസ് ചെയ്തെടുക്കാം കേട്ടോ. കറിയൊക്കെ നന്നായി തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്നങ്ങ് പറ്റി കുറുകി വരുമ്പോഴേക്കും നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള തൈരും കൂടെ കൂടിയിട്ട് ഈ കറിയിലായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ദെൻ ആ മിക്സി ഒന്ന് കഴുകി സ്വല്പം മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറി ഇളക്കി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് കറി അധികം തിളച്ച് പോവരുത്. ജസ്റ്റ് തളയങ്ങ് കയറുമ്പോൾ തന്നെ കറി ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. സിമ്പിളല്ലേ, കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ കറിയൊക്കെ ഒന്നങ്ങ് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ കറി അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ മോരിൽ കിടന്നിട്ട് ആ ചേനയിലേക്ക് പുളിയും അതിൻ്റെ എരിവും ഒക്കെ അങ്ങ് പിടിച്ച് കഴിയുമ്പോൾ ആ ചേന കഷ്ണങ്ങൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഫാനായി മാറി എന്ന് പറയാം കേട്ടോ. മറ്റേ കുമ്പളങ്ങ ഇട്ട മോര് കറിയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയാൽ നിങ്ങളുടെയും ഫേവറേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു നാടൻ റെസിപ്പി ചെയ്തെടുക്കാം, അതും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോയിൽ കാണും വരേക്കും. ബൈ ഫ്രണ്ട്സ്.